പശുക്കളെ വളർത്തുന്ന നന്നായിട്ട് ഫാമാണ് ഇവിടെ. ഇവിടെ നെല്ല് കൊയ്യുന്ന മെഷീനാണ് കാണുന്നത്, ഉണ്ടല്ലേ? ഇതിവിടെ നെല്ല് ഒന്ന് ഇറക്കിയിട്ട് ചാക്കിലാക്കി. ഒരു ബാഗ് എത്ര കിലോ ഇருக்கு? 69 കിലോ നിറക്കിയാലേ ഇപ്പൊ പണ്ടും നിരത്തി தான் കൊടുക്കണം. 69 கிலோ ஒரு மூட இதுல 69 வராது. அவங்க நிறக்கக்குள்ள ஓடுவாங்க. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ട്രിങ്കോമാലിയിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലെ കുറച്ച് കാഴ്ചകളും അങ്ങനത്തെ ചെറിയ ചില്ലറ കാഴ്ചകളൊക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കാണണം. ഞാനിപ്പം ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പുരാതന ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശ്രീലങ്കയിലെ വെൽഗാം വിഹാർ, അവിടുത്തെ ഒരു ഒളിഞ്ഞു വയ്ക്കുന്ന ഇപ്പോൾ അമ്പലങ്ങളൊക്കെ, അതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടേക്ക് കണ്ണിയായ എന്നാണ് പറയുക. അതായത് ശ്രീലങ്കയിലെ ട്രിങ്കോമാലി ജില്ലയിലെ ഒരു ചരിത്രപ്രധാനമായ ഒരു ബുദ്ധക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണിത്. വെൽഗം ബെഹേര എന്ന് പറയും. ഇത് ഹിന്ദുക്കൾ ഇതിനെ നടനാർ കോവിൽ എന്നും പറയുന്നുണ്ട്. ചരിത്രപരമായിട്ട് ഇത് സിംഹള തമിഴ് ബുദ്ധമതക്കാരയച്ചിരുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ഭാഗം. ഇതൊക്കെ ഇപ്പോൾ ആകെ പൊട്ടിപ്പൊടിഞ്ഞു പോയിട്ടുണ്ട്. ശ്രീലങ്കൻ പുരാവസ്തു വകുപ്പ് ഇതിനിപ്പോൾ ഒരു പുരാവസ്തു സംരക്ഷിത സ്ഥലമായിട്ട് ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തൊക്കെ ഒന്നിങ്ങനെ കയറി നോക്കാം എന്തൊക്കെയുള്ളതെന്നൊക്കെ. ഇത് BC 307 267 ആ ഭരണകാലത്ത് ദേവനമ്പിയത്തിസ രാജാവുണ്ട്. ദേവനമ്പിയത്തിസ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ ഒരു രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചാണെന്നാണ് ഇത് കരുതപ്പെടുന്നത്. AD 993 ഇന്ത്യയിൽ നിന്നുള്ള ചോളരുടെ ആക്രമണത്തോടെ രാജ്യത്തെ ഇവിടുത്തെ നിരവധി ബുദ്ധ മതശില്പങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതും കുറേ കംപ്ലീറ്റ് കേടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ളത് കംപ്ലീറ്റ് കമ്പിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാത്രമുള്ള ബാക്കി നിൽക്കുന്ന തറയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇന്ന് ഈ വെൽഗാം വിഹാരത്തിന് കേടുപാടുകളൊന്നും കൂടാതെ അതിജീവിക്കാൻ കഴിഞ്ഞത്. അതിന് ശേഷമാണ് ഇത് ആകെ നശിച്ചു പോയത് ഈ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് അങ്ങനെ കറങ്ങി കാണാം. ഇതൊരു ലോങ് വ്യൂ ആണ്. ഇത് ഒരൊറ്റ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ്, ആകെ ദ്രവിച്ചു വയ്ക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് പുതിയൊരു സംഭവം, പുതിയൊരു വരെ ബുദ്ധക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഉണ്ടല്ലേ ആകെ പറ്റതായിരിക്കും. ശ്രീലങ്കയിലെ ട്രിങ്കോമോലിയിൽ കുറേ ഇങ്ങനെ അമ്പലങ്ങളുണ്ട്, കുറേ പൊളിഞ്ഞുപോയ അമ്പലങ്ങളുണ്ട്, പിന്നെ പുതിയ പുതിയ നല്ല നല്ല കലാവിരുതുകളുള്ള അങ്ങനത്തെ അമ്പലങ്ങളുണ്ട്, ഒരുപാട് അങ്ങുണ്ട് ഇവിടെ. ഒക്കെ ശാന്ത കാണാൻ ക്വയറ്റ് ഏരിയ ആണിത്. ഉണ്ടല്ലോ ഒന്നുമില്ല, ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാലിയായി കിടക്കുന്ന. തൊട്ട് അടുത്തുള്ള വേറൊന്ന് ഇതുപോലെ നിൽക്കുന്ന പാമ്പിൻ പിറ്റാണ് കാണുന്നത്. അതാ അങ്ങ് ദൂരെ കണ്ടില്ല അതിൻ്റെ ഉള്ളില്. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതരം റോഡാണ്. ഈ ഭാഗത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊരു ഉയരത്തിലാണ് ഈ റോഡ് നിൽക്കുന്നത്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ വീതി. ഇപ്പുറത്ത് ഇതേപോലെ വെള്ളമുണ്ട്. വീണിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പുറത്ത് വെള്ളത്തിൽ ചാടും, അല്ലെങ്കിൽ ഇപ്പുറത്ത് വെള്ളത്തിൽ ചാടും. അക്കോലത്തിലാണ് ഇതുള്ളത്. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമപ്രദേശത്ത് കൂടി അങ്ങനെ പോവുകയാണ്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കല്ലിൽ 1858 കൊത്തി വെച്ചിരിക്കുന്നു. എന്തോ ഇവിടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് തോന്നണോ. ഇപ്പുറത്ത് ഒന്നായിട്ട് വലിയൊരു തടാകം പോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്ത ഇപ്പോൾ ഞാൻ വന്ന റോഡാണ്. ഇവിടെ ഇതേപോലെ വലിയൊരു ഒറ്റക്കല്ല് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റ ഒരു സിംഗിളായിട്ടൊരു കല്ല്. അതിൻ്റെ താഴെയാണ് ഈ വിളക്ക് കത്തിച്ചിട്ടുള്ള പരിപാടി ഉള്ളത്. വേറെ ആരെയും കാണാനില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഓട്ടോക്കാർ ഇതിലെ പോകുന്നതൊക്കെ ഇവിടെ നിർത്തി കാണിച്ചു തന്നാണ്. ഇതാണ് ആ കല്ല്. അങ്ങ് ദൂരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പീസായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതായാലും സംഭവം. പിന്നെ ഇവിടെ ഒരു ഷീറ്റൊക്കെ മെഞ്ഞൊരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാക്കി വെച്ചൊക്കെയാണ് അവിടെ. ഇതാണ് നമ്മളുടെ റോഡ്. അപ്പോൾ നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇതൊരു നെൽകൃഷി പാടാണ്. ഇവിടെ നെല്ല് കൊയ്യാണ്. ഒക്കെ മെഷീനാണ് കൊയ്യുന്നത്, ഉണ്ടല്ലേ. എന്നിട്ട് ഇവിടെ കുറച്ച് പണിക്കാരും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അത് ചാക്കിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകണം. നമ്മൾ മുമ്പ് കണ്ടില്ലേ, മുമ്പ് ഞാൻ കാണിച്ചിരുന്നില്ല ഈ നെല്ലിങ്ങനെ റോട്ടിലിങ്ങനെ ഉണക്കിയിടുന്നത് സൈഡിൽ. ഇത് വലിയ പാടാണ്. കാരണം പണിക്കാർ മെഷീനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ കുറേ പണിക്കാരും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ ആ ഒരു ഭാഗത്ത്. ഇതൊരു ഒഴിഞ്ഞൊരു ഗ്രാമാന്തരീക്ഷമാണ്. ഇവിടെ കുറേ കന്നുകാലികളെയും ഒക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ആരതോ ഫാമിൽ ഉണ്ടെന്നിട്ടിട്ട് പിന്നെ തീറ്റൊക്കെ വിട്ടതാവുന്നുണ്ട്. കണ്ടമാനുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പശുക്കളെ വളർത്തുന്ന നന്നായിട്ട് ഫാമാണ് ഇവിടെ. ഇവിടെ നെല്ല് കൊയ്യുന്ന മെഷീനാണ് കാണുന്നത്, ഉണ്ടല്ലേ. ഇതിവിടെ നെല്ല് ഒന്ന് ഇറക്കിയിട്ടില്ല, ചാക്കിലാക്കി. ഒരു ബാഗ് എത്ര കിലോ இருக்கு? 69 கிலோ நறுக்கையில இப்ப பண்றாங்க. நீ நறுக்கு தான் கொடுக்கணும். 69 கிலோ ஒரு மூடை. இப்ப இதுல 69 வராது. அவங்க நறுக்கக்குள்ள ஓடுவாங்க அப்படி. இது ஃபார்ம் இருக்கு. இல்ல இல்ல இல்ல, இது விட்டுருக்காங்க. வட்டியாச்சு. இப்ப மாடு இருக்கு. இது ஒரு ஒரு ஓனர் தான். ஒரு ஓனரா தான் இருக்கு முன்னே. பசுக்கு ஒரு இல்ல இல்ல, அந்த கணக்கு இங்க யாரோ ஒரு ஓனர். இல்ல இல்ல, மாடு 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 மாடுகளுக்கு ஒரு ஓனரா.
എല്ലാം ആടെ നിൽക്കും. പശു അല്ലല്ലേ ഇത്? പശു അല്ല കേട്ടോ, കാളയാണ്. കാള മൂരിക്കൊട്ടൻ പറയും ഞങ്ങളൊക്കെ ഇത്. ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.